നമസ്കാരം. ഷെക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈറ്റ്സ് ടെംപ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സഭയിൽ പരമ്പരാഗതമായി അനുഷ്ഠിച്ചു പോരുന്ന ഒന്നാണ് പരിശുദ്ധ കന്യകാമാതാവിനോടുള്ള വണക്കം. മെയ് മാസത്തിലെ വണക്കമാസ ആചരണവും പ്രത്യേക പ്രാർത്ഥനകളുമെല്ലാം തലമുറകളായി തന്നെ തുടർന്നു പോരുന്ന ഒന്നാണ്. എങ്കിലും ഈ വണക്കമാസ ആചരണവും അല്ലെങ്കിൽ മരിയ ഭക്തിയുമായി ബന്ധപ്പെട്ട ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്ന് പരക്കുന്നുണ്ട്. മനഃപൂർവ്വം തെറ്റിദ്ധാരണ പരത്തുക എന്ന ഉദ്ദേശവും ഇത്തരക്കാർക്കുണ്ടാവാം. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നൈറ്റ്സ് ടെംപ്ലർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ദൈവശാസ്ത്രജ്ഞൻ കൂടിയായ ഫാദർ ദേവമിത്ര നീലങ്കാവിലാണ്. അച്ഛാ, സ്വാഗതം നൈറ്റ്സ് ടെംപ്ലറിലേക്ക്. അച്ഛാ, മരിയ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്ന് പ്രേക്ഷകർ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്: യേശു ഏക മധ്യസ്ഥനാണെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ കത്തോലിക്ക സഭയിലെ മരിയ ഭക്തി വചനാധിഷ്ഠിതമാണോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷമുണ്ട്. മരിയ ഭക്തി പ്രത്യേകിച്ച് മെയ് മാസമാണ്. മരിയ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന മാസമാണ്. കത്തോലിക്ക സഭയുടെ മരിയ ഭക്തിയെ കുറിച്ചാണ് നമ്മളോട് ഏക മധ്യസ്ഥനാണ് ഈശോ എന്ന് പറയുകയും അതോടൊപ്പം തന്നെ അനേകം മധ്യസ്ഥരെ കത്തോലിക്ക സഭയും മറ്റ് ചില സഭകളും മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെ എപ്പോഴും വിമർശിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ വിമർശനം സഭയിലുണ്ട്, അല്ലെങ്കിൽ സഭകളിലുണ്ട്. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്നുള്ളവര് അത്തരത്തിലുള്ള വിമർശനം ധാരാളമായിട്ട് ഉന്നയിക്കാറുണ്ട്. ഫ്രീ തിങ്കേഴ്സ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സഭയുടെ വിമർശകരും ഇതുപോലെയുള്ള ചിന്തകൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. തീർച്ചയായിട്ടും വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ പിതാവായ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ ഈശോ മിശിഹ തന്നെയാണ്. ഈശോ മിശിഹ അല്ലാതെ മറ്റൊരു മധ്യസ്ഥൻ, മധ്യവർത്തി, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച മറ്റൊരു വ്യക്തിയില്ല. ആ ഈശോ മിശിഹ മാത്രമാണ് നമ്മുടെ ഏക മധ്യസ്ഥൻ. എന്നാൽ നമ്മൾ ഇവിടെ മധ്യസ്ഥർ എന്നതുകൊണ്ടും മധ്യസ്ഥ പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മളെല്ലാവരും ബോധത്തോടുകൂടി അറിഞ്ഞിരിക്കുന്നതാണ്. ഈശോ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ ചെയ്യുന്ന മാധ്യസ്ഥ്യം എന്ന് പറയുന്നത് ഈശോ നമുക്ക് വേണ്ടി മരിച്ചെന്നും ഈ വ്യക്തി, വിശ്വസിക്കുന്ന വ്യക്തി ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലും വിശ്വസിക്കുന്നുണ്ടെന്നും ഈശോയുടെ പഠനപ്രകാരം ജീവിച്ചു കൊള്ളാമെന്ന് അവൻ ആഗ്രഹിക്കുന്നു, അവൻ പശ്ചാത്തപിക്കുന്നു എന്നുള്ള ആ രീതിയിലുള്ള ഒരു മാധ്യസ്ഥ്യമാണ് ഈശോ ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്നത്, പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ചെയ്യുന്നത്. ഈശോ പറയുന്നത് പ്രകാരമാണ്, ഞാൻ അവർക്ക് വേണ്ടി, അവന് വേണ്ടി, അവൾക്ക് വേണ്ടി പകരക്കാരനായിട്ട് മരിച്ചിട്ടുണ്ട്, ഉത്ഥാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തി, വിശ്വസിക്കുന്ന വ്യക്തി ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ശിക്ഷകളും പ്രാശ്ചിത്വങ്ങളും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവനെ അല്ലെങ്കിൽ അവളെ വെറുതെ വിട്ടേക്കുക. അതിനാണ് ഫ്രീ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ അവന് പകരക്കാരനായിട്ട് മരിച്ചിട്ടുണ്ട്, ഞാൻ അവന് പകരക്കാരനായിട്ട് സഹിച്ചിട്ടുണ്ട്, ഞാൻ അവന് പകരക്കാരനായിട്ട് ബലിയായി അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് വിക്കാരിയസ് സഫറിങ്, വിക്കാരിയസ് സാക്രിഫൈസ് എന്നൊക്കെ പറയുന്നത്. അതായത് ഒരുവന് പകരക്കാരനായി മറ്റൊരുവൻ ചെയ്യുന്നത്. അതാണ് ഈശോ ചെയ്യുന്ന ഏക മാധ്യസ്ഥം. ഇത് വലിയ ഒരു ദൈവശാസ്ത്ര സത്യമാണ്. അതിനെ ഒരു ചെറിയ ഒരു വാചകത്തിൽ ഒതുക്കാൻ സാധ്യമല്ല, എങ്കിൽ ഞാൻ അത് ഒതുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പരിശുദ്ധ ദൈവമാതാവും അതുപോലെ തന്നെ വിശുദ്ധരും ചെയ്യുന്ന മധ്യസ്ഥ്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഒരു ഉദാഹരണത്തിന്, ഞാനിപ്പോൾ സഹോദരിയോട് ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാമോദീസ സ്വീകരിച്ച് ഈശോയുടെ ഭൗതിക ശരീരത്തിൽ അംഗമായി തീർന്ന ഒരു സഹോദരിയോട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ സഹോദരി പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. എനിക്ക് നേരിട്ട് ദൈവത്തോട് ചോദിക്കാം, പക്ഷെ ഞാനൊരു സഹോദരിയോട്, ഒരു സഹോദരനോട് മധ്യസ്ഥം അപേക്ഷിക്കും. അപ്പോൾ അത് ക്രിസ്തീയമായ സാഹോദര്യത്തിന്റെ ഒരു ലക്ഷണമാണ്, ഒരു പ്രതിഭാസമാണ്. അല്ലാതെ ഈശോ ചെയ്യുന്ന മാധ്യസ്ഥവും ഈ വിശുദ്ധര് ചെയ്യുന്ന മാധ്യസ്ഥവും തമ്മിൽ ഒരിക്കലും നമുക്ക് തുലനം ചെയ്യാൻ സാധിക്കുകയില്ല, കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അതിൽ തന്നെ മാതാവിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്താണ്? മാതാവിന്റെ പ്രത്യേകത, മാതാവ് മാത്രമാണ് മനുഷ്യവംശത്തിൽ ഈ ദൈവത്തെ, മനുഷ്യനായി തീർന്ന ദൈവത്തെ, മനുഷ്യനായി അവതരിച്ച ദൈവത്തെ സ്വന്തം ശരീരത്തിൽ വഹിക്കാനായിട്ട് സാധിച്ച ആ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് ലഭിച്ച
ഏക മനുഷ്യ വ്യക്തി. ദൈവത്തിന്റെ മനുഷ്യ ശരീരവും മാതാവിന്റെ മനുഷ്യ ശരീരം 9 മാസത്തോളം ഏക ശരീരമായി ഭൂമിയിൽ ഉണ്ടായി എന്നുള്ളത് ഒരു യുണീക്ക്, മറ്റാരുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് തുലനം ചെയ്യാൻ സാധിക്കാത്ത വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് മാതാവിന്റെ മാധ്യസ്ഥത്തിന് ഒരു പ്രത്യേക മാധ്യസ്ഥമായിട്ട്, അല്ലെങ്കിൽ എഫിക്കേഷ്യസ്, കുറേയും കൂടിയും ശക്തമായ മാധ്യസ്ഥമായിട്ട് തിരുസഭയുടെ പാരമ്പര്യത്തിൽ കണക്കാക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധരുടെ മാധ്യസ്ഥനും ഒരു പ്രത്യേകത എന്ന് പറയാൻ കാരണം, നമ്മൾ പാപികളാണ്. ഞാനിപ്പോ സഹോദരിയോട് പറഞ്ഞു വേണ്ടി പ്രാർത്ഥിക്കും, സഹോദരൻ എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് സഹോദര സ്നേഹത്തിന്റെ ഭാവമാണെങ്കിലും മനുഷ്യരായ നമ്മൾ ബലഹീനരാണ്, പാപികളാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിക്ക്, എഫിക്കസിക്ക് കുറവുകൾ ഉണ്ടാകാം. എന്നാൽ വിശുദ്ധരായി ജീവിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നവരാണ്. അവരുടെ പ്രാർത്ഥനയുടെ ശക്തിക്ക് വലിയ ശക്തിയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് സഭയുടെ പാരമ്പര്യത്തിൽ ഉള്ളൊരു വസ്തുതയാണ്. അപ്പോൾ നമ്മൾ 3 തലത്തിലുള്ള മാധ്യസ്ഥം കണ്ടു. ഒന്ന്, ഈശോ മിശിഹ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ചെയ്യുന്ന മാധ്യസ്ഥ്യം. അത് ഫ്രീ ജസ്റ്റിഫിക്കേഷൻ, സൗജന്യ രക്ഷ എന്ന് പറയുന്ന ആ തലത്തിൽപ്പെട്ട സംഭവമാണ്. അവിടെ ഒരു പ്രാർത്ഥന എന്നതിനേക്കാളും രണ്ടാമത്തെ പ്രാർത്ഥനയാണ്, പക്ഷെ അതിന് മറ്റൊരു രക്ഷാകരമായ തലമുണ്ട്. രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത. സഹോദര സ്നേഹത്തിൽ തന്നെയാണ് പരിശുദ്ധ അമ്മയും പ്രാർത്ഥിക്കുന്നത്. പിതാവായ ദൈവത്തിന്റെ മകളാണ്. പിതാവായ ദൈവത്തിന്റെ മകൾ എന്നുള്ള നിലയിൽ നമ്മുടെ അമ്മയാണ്, അതേസമയം സഹോദരിയാണ്. അപ്പൊ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ അമ്മയുടെ എഫിക്കസി വ്യത്യസ്തമാണ്. കാരണം ഈ ലോകത്തിൽ ദൈവത്തെ, മനുഷ്യനായി അവതരിച്ച ദൈവത്തെ സ്വന്തം ശരീരത്തിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ച ഏക വ്യക്തി എന്നുള്ള നിലയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ തലം വ്യത്യസ്തമാണ്. വിശുദ്ധരുടെ തലം അതിന് താഴെ നിൽക്കുന്ന ഒരു തലത്തിലാണ്. കാരണം അവർ വിശുദ്ധരാണ്, പാപികളല്ല. പാപത്തിന്റെ തലത്തിൽ നിന്ന് മാറി മരണശേഷം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നവരാണ്. അതിന് വ്യത്യസ്തമാണ്. 4-ാമത്തെ തലം നമ്മൾ തമ്മിൽ പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമ്മൾ പാപികളായിരിക്കെ ദൈവസ്നേഹത്തെയും പരസ്നേഹത്തെയും പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന. അപ്പൊ 4 തലത്തിൽ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നത് ഈശോ മിശിഹായോടാണ്. എല്ലാ പ്രാർത്ഥനകളും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നത് ഈശോ മിശിഹ വഴിയായിട്ടാണ്, ഈശോയുടെ നാമത്തിലാണ്. പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നവരാണ് മകനോടാണ്. കാനായിലെ കല്യാണത്തിലൊക്കെ സംഭവിച്ചതുപോലെ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ ഈശോയോടാണ് പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന തന്റെ മാധ്യസ്ഥത്തോട്, തന്റെ പ്രാർത്ഥനയോട്, തന്റെ ബലിയോടും ചേർത്ത് ഈശോ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നു. അങ്ങനെയാണ് ദൈവശാസ്ത്രപരമായിട്ട് നമുക്ക് ഈ സംഭവത്തെ നോക്കിക്കാണാൻ സാധിക്കുക. അച്ഛ വളരെ വ്യക്തമാണ്. അപ്പൊ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് മാതാവിന്റെ അഭ്യർത്ഥനയാണ് ഈശോ സ്വീകരിച്ചത്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ മാതാവിനോടുള്ള മാധ്യസ്ഥം വചനാധിഷ്ഠിതമാണ് എന്ന് തന്നെ പറയാം, അല്ലെ? തീർച്ചയായിട്ടും വചനാധിഷ്ഠിതമാണ്. ഈ വെളിപാടിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ല, വിശുദ്ധരുടെ പ്രാർത്ഥനയാണ് ആകുന്ന ധൂപശകലം. നമ്മള് സിറോ മലബാർ സഭയുടെ ആരാധനക്രമത്തിൽ അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത്? മിശിഹാ കർത്താവേ, നരകുല പ്രാർത്ഥകനെ, ഞങ്ങൾ അണച്ചിടും പ്രാർത്ഥനത്തിന് മുമ്പിൽ പരിമളമേലും ധൂപം പോൽ കൈക്കൊണ്ടരുളാണ്. ഞങ്ങൾ അടയ്ക്കുന്ന പ്രാർത്ഥന ധൂപം പോലെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനയാകുന്ന ധൂപത്തെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഈ വെളിപാടിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. വിശുദ്ധരുടെ പ്രാർത്ഥനയാകുന്ന ധൂപശകലം എന്നുള്ളത് വചനാധിഷ്ഠിതം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ആ വചനഭാഗം മാറ്റി നിർത്തിയിട്ട് ഞാനൊരു പ്രാവശ്യം ഒരു വ്യക്തിയോട് ട്രെയിനിൽ വെച്ച് സംസാരിച്ച് പറഞ്ഞു, അവിടെ സ്വർഗത്തിൽ വേറെ ആരും ഇല്ല, അവരെല്ലാം മരിച്ചു കിടക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വചനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? വെളിപാട് പുസ്തകം സ്വർഗ ദർശനത്തിന്റെ വേളയിലാണ് വിശുദ്ധരുടെ സാന്നിധ്യവും അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധരുടെ പ്രാർത്ഥനയാകുന്ന ധൂപം എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിശുദ്ധ മാധ്യസ്ഥ പ്രാർത്ഥന വചനാധിഷ്ഠിതം തന്നെയാണ്. ഇനി വചനാധിഷ്ഠിതത്തിന് മറ്റൊരു തലം കൂടെ ഉണ്ട്. ഓരോ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നില്ലേ, നിങ്ങൾ പരസ്പരം അന്യോന്യം പ്രാർത്ഥിപ്പിൻ, മധ്യസ്ഥം വഹിക്കുവിൻ എന്ന് പറയുന്ന ആ മധ്യസ്ഥ പ്രാർത്ഥന ഇവിടെ നമുക്ക് ചിന്തനീയമാണ്, അല്ലെങ്കിൽ അപ്ലിക്കബിൾ ആണ്. അല്ലയോ? അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും വിശുദ്ധന്റെ പ്രാർത്ഥനയും തീർച്ചയായിട്ടും വചനാധിഷ്ഠിതമാണ്. ആ വചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളതൊക്കെ പറയുന്നത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈശോ ഏക മധ്യസ്ഥനാണെന്ന് പറയുന്നത് മറ്റൊരു വലിയ രക്ഷാകരമായ
തലത്തിലാണ്. ക്രിസ്റ്റലോജിക്കൽ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ സൊറ്റീരിയോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറയും. രക്ഷാശാസ്ത്രം ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത്. എന്നാൽ വിശുദ്ധരോടുള്ള പ്രാർത്ഥന പരസ്നേഹത്തിന്റെ തലത്തിലാണ് മനസ്സിലാക്കുന്നത്. വചനാധിഷ്ഠിതം തന്നെയാണ്. ഓക്കെ അച്ഛാ, വളരെ വ്യക്തമാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുവാണ്. അത് ഇതാണ്: പരിശുദ്ധ അമ്മയോടുള്ള മെയ് മാസ വണക്കം ഇപ്പോൾ നടക്കുകയാണല്ലോ. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ മരിയ ഭക്തി അതിര് കടക്കുകയല്ലേ? മെയ് മാസ വണക്കാചരണത്തിന്റെ ഒക്കെ ഒരു ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിന് നമ്മള് വത്തിക്കാൻ സുനദോസിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ അതിനെ കാണാനായിട്ട്. എല്ലാ ഭക്തികളെ കുറിച്ചും ഭക്താഭ്യാസങ്ങളെ കുറിച്ചും സാക്രസാന്തും കൊൻചീലിയും നമ്പർ 13 വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഉരുത്തിരിഞ്ഞ ഭക്താഭ്യാസങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് ഇപ്രകാരമാണ്: പോപ്പുലർ ഡിവോഷൻസ് ഓഫ് എ ക്രിസ്ത്യൻ പീപ്പിൾ ആർ ടു ബി ഹൈലി റെക്കമെൻഡഡ്. അതിനെ സഭ എതിർക്കുന്നില്ലെന്ന് ചുരുക്കം. അത് റെക്കമെൻഡഡ് ആണ്, അതില് സഭ അംഗീകരിക്കുന്നു. പ്രൊവൈഡഡ് ദേ അക്കോർഡ് വിത്ത് ദ ലോസ് ആൻഡ് നോംസ് ഓഫ് ദ ചർച്ച്. സഭയുടെ നിയമങ്ങളോടും ചട്ടങ്ങളോടും യോജിച്ചു പോകുന്ന എല്ലാ ഭക്താഭ്യാസങ്ങളെയും സഭ അംഗീകരിക്കുന്നു. എബവ് ഓൾ വെൻ ദേ ആർ ഓർഡേർഡ് ബൈ ദി അപ്പസ്റ്റോലിക് സീ. പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചിരിക്കുന്ന ഈ ഡിവോഷൻസ്, അതായത് ഭക്താഭ്യാസങ്ങളും മെയ് മാസ വണക്കവും ഒക്ടോബർ മാസ വണക്കവും ഒക്കെ സഭ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. തുടർന്ന് പറയുകയാണ്: devotions proper to individual churches also have a special dignity if they are undertaken by mandate of bishops according to customs or books lawfully approved. ഓരോ പ്രത്യേക സഭയിലെ, നമ്മുടെ നാട്ടിലെ അമ്പുപെരുന്നാൾ ഉദാഹരണത്തിന്, അല്ലെങ്കിൽ പ്രദക്ഷിണം മറ്റൊരു ഉദാഹരണം, അത് ഓരോ ഇൻഡിവിജ്വൽ സഭയിലെ, പ്രാദേശിക സഭയിലെ ഇൻഡിവിജ്വൽ സഭയിലെയും ഭക്താഭ്യാസങ്ങളും പരിശുദ്ധ സഭ അംഗീകരിക്കുന്നു. പക്ഷേ അപ്രകാരം ചെയ്യുമ്പോൾ അതിന് മെത്രാന്റെ അംഗീകാരം ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് വത്തിക്കാൻ കൗൺസിൽ വയ്ക്കുന്ന ഭക്താഭ്യാസങ്ങളെ കുറിച്ചുള്ള വലിയ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതിതാണ്: ബട്ട് ദീസ് ഡിവോഷൻസ് ഷുഡ് ബി ഡ്രോൺ അപ്പ് ദാറ്റ് ദേ ഹാർമോണൈസ് വിത്ത് ദ ലിറ്റർജിക്കൽ സീസൺസ്, അക്കോർഡ് വിത്ത് സേക്രഡ് ലിറ്റർജി. അതായത് ലിറ്റർജിക്കൽ പ്രാർത്ഥന, ആരാധനാക്രമാധിഷ്ഠിതമായ പ്രാർത്ഥന, അതേതൊക്കെയാണ്? നാമപ്രാർത്ഥനകൾ, കൂദാശകൾ, അതുപോലെ തന്നെ കുർബാന. ഈ പ്രാർത്ഥനകൾക്ക്, കുർബാനയ്ക്കും കൂദാശകൾക്കും നാമപ്രാർത്ഥനകളെയും കോൺട്രഡിക്ട് ചെയ്തുകൊണ്ട്, അതിനെ മറികടന്നുകൊണ്ടോ അതിനോട് ചേർന്ന് പോകാത്ത രീതിയിലോ ഈ പറഞ്ഞ ഭക്താഭ്യാസങ്ങൾ ഉണ്ടാകരുത് എന്ന് വത്തിക്കാൻ കൗൺസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു. The liturgy by its very nature far surpasses any of them. അതിന് കാരണം എന്താണ്? അത് ആരാധനാക്രമ പ്രാർത്ഥനകൾക്ക് സഭയിലെ മറ്റേത് പ്രാർത്ഥനയേക്കാൾ, കൊന്തയേക്കാളും കുരിശിന്റെ വഴിയേക്കാളും വണക്കമാസത്തേക്കാളും ആരാധനയെക്കാളും അതുപോലെ കരുണക്കൊന്തയേക്കാളും ഒക്കെ വളരെ മുൻപന്തിയിലുള്ള വലിയ സ്ഥാനം സഭയിലുണ്ട്. അതിനേക്കാളൊക്കെ മുൻപിലാണ് നിൽക്കുന്നതെന്ന് വത്തിക്കാൻ കൗൺസിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് വളരെ ബാലൻസ്ഡ് ടീച്ചിങ് ആണ്, വളരെ സന്തുലിതമാണിത്. എന്ന് വെച്ചാൽ ആരാധനാക്രമാധിഷ്ഠിത പ്രാർത്ഥനകളായ വിശുദ്ധ കുർബാനയും നാമപ്രാർത്ഥനകളും കൂദാശകളും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ഭക്താഭ്യാസങ്ങൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. അതിന് രണ്ടാം സ്ഥാനമേ കൊടുക്കാവൂ. അതിന് അതിര് കവിഞ്ഞ പ്രാധാന്യം കൊടുക്കരുത് എന്ന് തന്നെയാണ് സഭ പറയുന്നത്. എന്ന് വെച്ചതുകൊണ്ട് അത് വേണ്ട എന്നോ കളയണമെന്നോ മാറ്റി നിർത്തുന്ന ഒന്നും സഭ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഒന്നിനെ കോൺട്രഡിക്ട് ചെയ്യരുത് എന്ന് മാത്രമേ സഭ പഠിപ്പിച്ചിട്ടുള്ളൂ. അതിനുശേഷം 2001 ഡിസംബർ മാസത്തില് ഈ പറഞ്ഞ സാക്രസാന്തും കൊൻചീലിയന്റെ അടിസ്ഥാനത്തിൽ കത്തോലിക്ക സഭയുടെ കോൺഗ്രിഗേഷൻ ഫോർ ഡിവൈൻ വർഷിപ്പ് എന്ന് പറയുന്ന ഡിക്കാസ്റ്ററി, അതായത് ആരാധനാക്രമത്തിന് വേണ്ടിയുള്ള സഭയുടെ കാര്യാലയത്തിൽ നിന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട രേഖ പുറത്തിറങ്ങി. അതിന്റെ പേര് ഡയറക്ടറി ഓൺ പോപ്പുലർ പയറ്റി ആൻഡ് ലിറ്റർജി എന്നാണ്. പ്രിൻസിപ്പിൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. അങ്ങനെ ഒരു പ്രിൻസിപ്പിൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് സഭയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഔദ്യോഗിക രേഖ. അവിടെ 3 പ്രിൻസിപ്പിൾസ്, 3 തത്വങ്ങൾ ഈ പറഞ്ഞ ഭക്താഭ്യാസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, പ്രൈമസി ഓഫ് ലിറ്റർജി, ആരാധനാക്രമ പ്രാർത്ഥനകളുടെ പ്രഥമ സ്ഥാനം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. പിന്നെ ഭക്താഭ്യാസങ്ങൾ എപ്പോഴും നവീകരണത്തിന് വഴി കൊടുക്കുന്നതായിരിക്കണം. മൂന്നാമത്തേത്, അത് ആരാധനാക്രമ കാലഘട്ടവുമായിട്ട് യോജിച്ചു പോകണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വലിയ ആഴ്ച കഴിഞ്ഞു, ഉയർപ്പുകാലം തുടങ്ങി,
ആ സമയത്ത് ഉടനെ പോയി കുരിശിന്റെ വഴി ചെല്ലുന്നു. അത് ഭക്താഭ്യാസം ആരാധനാക്രമ കാലഘട്ടത്തെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ വത്തിക്കാനിൽ നിന്നിറങ്ങി 2001 ഡിസംബർ മാസത്തിൽ ഇറങ്ങിയ ഡയറക്ടറി വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരാം. മീമാസ വണക്കം തീർച്ചയായിട്ടും സഭയുടെ പാരമ്പര്യത്തിനെതിരല്ല, സഭയുടെ പഠനത്തിനെതിരല്ല. അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൽ നമ്മൾ കൊന്ത ചെല്ലുന്നു, അത് സഭയുടെ പാരമ്പര്യത്തിനോ പഠനത്തിനോ എതിരല്ല. മറിച്ച് അത് കുർബാന ഇല്ലാതെ ചൊല്ലുന്നു, കുർബാനയ്ക്ക് പകരമായി ചൊല്ലുന്നു, അല്ലെങ്കിൽ മറ്റ് യാമപ്രാർത്ഥനകൾ മാറ്റിവെച്ചുകൊണ്ട് ഈ കൊന്ത ചൊല്ലുന്നു, അല്ലെങ്കിൽ വണക്കമാസം വായിക്കുന്നു, പ്രത്യേകിച്ചും സന്യാസ ഭവനങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ വല്ല സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ തത്വങ്ങൾക്കും പഠനങ്ങൾക്കും എതിരാണ്. കോൺട്രഡിക്ടറി അല്ല, സഭ അങ്ങനെ നിരോധിച്ചിട്ടില്ല, അല്ലെങ്കിൽ സഭ നിരുത്സാഹപ്പെടുത്തുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നു. ഒരേ ഒരു തത്വം മനസ്സിൽ വെച്ചുകൊണ്ട്, അതെന്താണ്? ആരാധനാക്രമ പ്രാർത്ഥനകൾ ഒന്നാം സ്ഥാനത്ത് എപ്പോഴും നിൽക്കണം എന്നുള്ള ആ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ ഡിവോഷൻസും സഭയിൽ ഉണ്ടാകണം. അത് സഭയുടെ എൻറിച്ച്മെന്റ് ആണ്, അത് സഭയെ സമ്പന്നമാക്കുന്നതാണ്, ആധ്യാത്മിക ജീവിതത്തെ സമ്പന്നമാക്കും. അച്ഛാ, വളരെ വ്യക്തമാണ് ആ കാര്യം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, മാതാവിന് വേറെയും മക്കളുണ്ടെന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ മാതാവ് നിത്യകന്യകയാണ് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതാണ് അടുത്ത ചോദ്യം. മാതാവിന് വേറെയും മക്കളുണ്ടെന്ന് പറയുന്ന ഒരു ഭാഗം ഞാൻ ബൈബിളിൽ ഇതുവരെ വായിച്ചിട്ടില്ല. ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നല്ല. അങ്ങനെ ഒരു ഭാഗം ഇല്ല. അതേസമയം ഈശോയ്ക്ക് സഹോദരന്മാരുണ്ടെന്ന് പറയുന്ന ഭാഗം, ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ചോദ്യം വന്നിട്ടുണ്ടാവുന്നത്. ഈശോയ്ക്ക് സഹോദരന്മാരുണ്ടെന്ന് പറയുന്നു. അവന്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ ഇല്ല എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഞാന് ഈ നമ്മുടെ മലയാളക്കരയിലെ ചില പാരമ്പര്യം വെച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. നമ്മുടെ പേരപ്പന്റെ അല്ലെങ്കിൽ വലിയപ്പന്റെ അല്ലെങ്കിൽ ഇളയപ്പന്റെ അമ്മയുടെ അനുജത്തി, ചിറ്റമ്മ, പേരമ്പരുടെയൊക്കെ മക്കളെ എന്ത് പേരിലാ വിളിക്കുന്നത്? ആങ്ങള, പെങ്ങൾ എന്നാണോ വിളിക്കുന്നത്? അതെ, ചേട്ടാ, ചേച്ചി എന്നല്ലേ വിളിക്കുന്നത്? അല്ലാണ്ട് ചിറ്റമ്മയുടെ മോനെ, പേരമ്മയുടെ മോനെ എന്നാണോ വിളിക്കുന്നത്? ഒരിക്കലുമല്ല. അപ്പൊ അത് തന്നെ അതുകൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ തന്നെ ശരിക്കും. അതായത് യഹൂദ പാരമ്പര്യത്തിലും ഒരുപാട് സംസ്കാരങ്ങളിലും വയസ്സുമൂത്തവരെയും രക്തബന്ധത്തിലുള്ളവരെയും സഹോദരൻ, സഹോദരി എന്ന അർത്ഥം വരുന്ന വാക്കുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് വലിയ ഒരു പ്രാധാന്യം കൊടുത്ത് അയ്യോ മാതാവിന് ഈശോയുടെ ജനനശേഷം മക്കളുണ്ടായി, മുമ്പ് മക്കളുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു അർത്ഥവും അതിലില്ല. അത് വളരെ ബാലിശമായിട്ടൊരു ആർഗ്യുമെന്റ് ആണ്. അത് ടെക്സ്റ്റ് ഇൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയും. ബൈബിൾ വായിക്കുന്നത് എപ്പോഴും ആ കോണ്ടെക്സ്റ്റിലെ ഈശോ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അത് എഴുതപ്പെട്ട കോണ്ടെക്സ്റ്റിലായിരിക്കണം അത് വായിക്കുന്നത്. അത് ഏത് ബൈബിൾ വായിച്ചാലും അങ്ങനെയാ വായിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റും അങ്ങനെയാ വായിക്കുന്നത്. ആ ടെക്സ്റ്റ് ഇൻ കോണ്ടെക്സ്റ്റ് എന്നുള്ള സാധനത്തിന് നമ്മൾ എടുത്തു മാറ്റി കളയുമ്പോൾ നമുക്ക് വായി തോന്നിയ അല്ലെങ്കിൽ നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നതിന്റെ ഭാഗമാണ് ഈശോയ്ക്ക് മാതാവിന് പിന്നെയും മക്കളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വചനഭാഗം ഇല്ല. ഈശോയ്ക്ക് സഹോദരന്മാരുണ്ടായിരുന്നുള്ള വചനഭാഗം ഉണ്ട്. പിന്നെ മറ്റു ചില പേര് പറയുന്നു യൗസേ പിതാവ് രണ്ടാമത്തെ വിവാഹമാണ് മാതാവിൻ്റെത്, അത് ആദ്യത്തെ വിവാഹത്തിൽ മക്കൾ, അങ്ങനെയൊക്കെ പറയുന്ന ആർഗ്യുമെന്റ്സ് ഉണ്ട്. അതിനൊന്നും അടിസ്ഥാനപരമായൊരു റിലയബിൾ, വിശ്വസിക്കാവുന്ന ഒരു രേഖയൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് വചനം തെറ്റി പറയരുത്. മാതാവിന് മക്കളുണ്ടായിട്ട് പറയരുത്, മറിച്ച് ഈശോയ്ക്ക് സഹോദരന്മാരുണ്ടായിരുന്നു. അതിനെ ആ സാംസ്കാരിക കോണ്ടെക്സ്റ്റിൽ, പശ്ചാത്തലത്തിൽ, യഹൂദ പശ്ചാത്തലത്തിൽ വായിക്കുക. അത് രക്തബന്ധത്തിലുള്ള സഹോദരന്മാര്, ചേട്ടന്മാര്, അനിയന്മാരും ഒക്കെ നമ്മൾ ചേട്ടൻ, അനിയൻ, ആങ്ങള, പെങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന പോലെ തന്നെ അവര് അങ്ങനെയാണ് വിളിച്ചിരുന്നത്. അത്രയേ ഉള്ളൂ, അതിന് അർഹിക്കുന്നത്രേ ഉള്ളൂ. തെറ്റിദ്ധാരണാപരമായ ഒരു പരാമർശമാണത്. മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കണം എന്ന രീതിയിൽ തന്നെ പ്രചരിപ്പിക്കുന്നതുമാകാം. മാതാവിന്റെ വെർജിനിറ്റിയെ സഭ ഡിഫൈൻ ചെയ്തതിനെ കുറിച്ച് നമുക്ക് മറ്റൊരു ചോദ്യത്തിൽ വരുമ്പോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആന്റിസിപ്പേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, മാതാവിന് ഏക മകനെ ഉണ്ടായിരുന്നുള്ളത്. മാതാവിന്റെ വെർജിനിറ്റിയെ സഭ ഒന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും കൈമാറിത്തരാനും ഒക്കെ ഉള്ള കാരണം ഈശോ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപര കാരണം. കാരണം ഈശോ പിതാവിൽ, ഇറ്റേണൽ ജനറേഷൻ എന്ന് പറയും, പിതാവിൽ നിന്ന് അനാദിയിലെ ജനിച്ചവനാണ്. ഈശോയ്ക്ക് ഇതിനൊരു പുതിയൊരു ജനനം ആവശ്യമില്ല, പിതൃത്വം ആവശ്യമില്ല. പിന്നെന്താണ് ആവശ്യം?
ലോഗോസ് അല്ലെങ്കിൽ വചനമായ ദൈവത്തിന്, പിതാവിൽ നിന്ന് അനാദിയിലെ ജനിച്ച പുത്രന് മനുഷ്യനായി അവതരിക്കാൻ ഒരു മനുഷ്യ സഹായം, ഒരു സ്ത്രീയുടെ സഹായം ആവശ്യം. അതാണ്, ആ സഹായമാണ് മാലാഖ മറിയത്തോട് ആവശ്യപ്പെട്ടതും മറിയത്തിന് കൊടുത്തതും. അപ്പൊ അതിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഭയുടെ ആരംഭം മുതലേ മാതാവ് നിത്യകന്യകയാണ്. നിത്യകന്യകയാണെന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ജനനത്തിന് ഈശോയെ ഗർഭത്തിൽ സ്വീകരിക്കുന്നതിന് മുൻപും ഗർഭത്തിലായിരിക്കുന്ന സമയത്തും പ്രസവശേഷവും ഈശോ കന്യകയാണ് എന്നുള്ള മറിയം കന്യകയാണ് എന്നുള്ള പഠനമാണ് സഭയുടെ ഡോഗ്മയാണ്, ഔദ്യോഗിക പഠനമാണ് സഭാ പാരമ്പര്യത്തിലുള്ളത്. അത് എല്ലാ സഭകളും, ചില പ്രൊട്ടസ്റ്റന്റ് സഭകളും ഒട്ടുമുക്കാൽ പെന്തക്കോസ്ത് സഭകൾ ഒഴികെ ബാക്കി എല്ലാ വ്യവസ്ഥാപിത സഭകളിലും ഈ പഠനം നിലനിൽക്കുന്നുണ്ട്. ഓക്കെ അച്ഛാ, വളരെ വ്യക്തമാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, മറിയം സ്വർഗാരോപിത എന്ന വിശ്വാസ സത്യം ആധികാരികമായി എങ്ങനെ പറയാൻ പറ്റും? മറിയം സ്വർഗാരോപിതയായി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ പറയും, അതാണ് നേരത്തെ പറഞ്ഞത്, മരിയൻ ഡോഗ്മാസ് എന്ന് പറയുന്ന 4 പ്രധാനപ്പെട്ട മരിയൻ ഡോഗ്മാസ് ഉണ്ട്, സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ. ആ 4 എണ്ണം ഒരുമിച്ച് വായിക്കുമ്പോഴാണ് നമുക്ക് ഈ അസംഷൻ അല്ലെങ്കിൽ മറിയത്തിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ ഡോഗ്മയാണ്, മരിയൻ ഡോഗ്മയാണ് മേരി മദർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അത് എഫേസുസ് കൗൺസിലിൽ വെച്ച് 431 എഫേസുസ് കൗൺസിലിൽ വെച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്ന, നിർവചിച്ചിരിക്കുന്ന ഡോഗ്മയാണ് മേരി മദർ ഓഫ് ഗോഡ്. ശരിക്കും ഗ്രീക്ക് ഭാഷയിൽ മദർ ഓഫ് ഗോഡ് എന്നതിനേക്കാൾ ഉപരി ബെയറർ ഓഫ് ഗോഡ്, ദൈവത്തെ വഹിച്ചവൾ, തെയോതോക്കോസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അവരവിടെ കൃത്യമായിട്ട് മാതാവ് എന്നുള്ള വാക്കിനേക്കാൾ ഉപരി ദൈവത്തെ വഹിച്ചവൾ, സ്വന്തം ഗർഭത്തിൽ ശരീരത്തിൽ വഹിച്ചവൾ എന്നുള്ള അർത്ഥം വരുന്ന തെയോതോക്കോസ് എന്ന വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പദമാണ് എഫേസുസ് കൗൺസിലില് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ അതിനെ കോൺട്രഡിക്ട് ചെയ്തുകൊണ്ട് നമുക്കറിയാം, നെസ്റ്റോറിയസും കൂട്ടരും അല്ലെങ്കിൽ നെസ്റ്റോറിയനിസം അന്ന് ഉണ്ടായിരുന്നവർ പറഞ്ഞു ക്രിസ്തോതോക്കോസ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം മനുഷ്യനായി അവതരിച്ച മിശിഹായുടെ മാതാവ് അല്ലെങ്കിൽ മിശിഹായ ഗർഭത്തിൽ വഹിച്ചവൾ എന്ന് പറയുന്നതായിരിക്കും ഉചിതം എന്നൊക്കെയുള്ള ആർഗ്യുമെന്റ്സ് നമ്മൾ ഒരു പക്ഷെ കേട്ട് കാണും. അപ്പൊ അവര് ഈ നെസ്റ്റോറിയസ് അങ്ങനെ പറയാൻ കാരണം, ദൈവത്തിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാവും, ത്രിത്വത്തിന്റെ അമ്മ എന്ന്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന പരിശുദ്ധ ത്രിത്വത്തിന്റെ അമ്മ എന്ന് ആര് തെറ്റിദ്ധരിക്കും? സാധാരണ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ ബെറ്റർ യൂസേജ്, നല്ലത് ക്രിസ്തോതോക്കോസ് അല്ലെങ്കിൽ ഈ മിശിഹായുടെ അമ്മ എന്ന് പറയുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒന്നും ഉണ്ടായി. ഞാൻ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഈ അസംഷന്, മാതാവിന്റെ സ്വർഗാരോഹണത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത് മറിയം ഈശോയെ സ്വന്തം ശരീരത്തിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ച ഏക മനുഷ്യ വ്യക്തി എന്നുള്ളതാണ്. നമ്മൾ സാക്രമെന്റിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ അതേ ഈശോയെ വഹിക്കുന്നുണ്ടെങ്കിലും മറിയത്തിന് ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ ഒരു യുണീക്ക്, അനന്യമായിട്ടുള്ള ഒരു ഭാഗ്യം, ഒരു കൃപ ലഭിച്ചു. അതാണ് ഈശോയെ വഹിക്കാൻ, സ്വന്തം ശരീരത്തിൽ വഹിക്കാൻ ലഭിച്ച ഭാഗ്യം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മരിയൻ ഡോഗ്മ എന്താണ്? ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മറിയം ഇമ്മാക്കുലേറ്റ് ആണ്, അമലോത്ഭവയാണ്. ജനന സമയത്ത് തന്നെ അല്ലെങ്കിൽ മാതാവിന്റെ ഗർഭത്തിൽ ഉരുവായ സമയത്ത് തന്നെ മറിയം ഒറിജിനൽ സിൻ അല്ലെങ്കിൽ ഉത്ഭവ പാപത്തിൽ നിന്ന് ദൈവകൃപയാൽ മുക്തയാണ് എന്നതാണ് ഈ പറയുന്ന ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ അഥവാ അമലോത്ഭവ എന്ന് പറയുന്ന വിശ്വാസ സത്യം. ഇത് 1854 9ാം പിയൂസ് മാർപ്പാപ്പ ഇനെഫാബിലിസ് ഡെയൂസ് എന്ന് പറയുന്ന രേഖയിലൂടെ അതൊരു ഡോഗ്മയായി, വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. അപ്പോൾ അവിടെ ഈ അസംഷൻ അല്ലെങ്കിൽ സ്വർഗാരോഹണത്തിന് അടിസ്ഥാനമായ രണ്ടാമത്തെ കാരണം വരുന്നു. എന്താണ്? ഉത്ഭവ പാപം ദൈവകൃപയാൽ മാറ്റപ്പെട്ട, മാതാവിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ മാറ്റപ്പെട്ട ഏക വ്യക്തി എന്നുള്ള ഒരു പ്രത്യേകമായ യുണീക്നെസ് ഓഫ് മേരി അവിടെ വരികയാണ്. അപ്പോ ചിലർ ചോദിച്ചേക്കാം,
ഈശോയുടെ പീഡാനുഭവവും മരണോത്ഥാനവും നടന്നിട്ട് ശേഷമാണല്ലോ നമുക്ക് ഈ ഉത്ഭവഭാഗത്തുള്ള മോചനം ലഭിച്ചത്. പക്ഷെ ദൈവം അവിടെ ചെയ്യുന്നത് ആ കൃപ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപ് ജനനസമയത്ത് തന്നെ അത് കൊടുത്തു. ആരുടെ? മാതാവിന്റെ ജനനസമയത്ത്. ജനനം എന്ന് പറഞ്ഞ അന്ന പുണ്യവതിയുടെ ഗർഭത്തിൽ ഉരുവായ ആ സമയത്ത് തന്നെ മാതാവിന് ഉത്ഭവ പാപത്തിൽ നിന്നുള്ള മോചനം പിതാവായ ദൈവം കൊടുത്തു. അപ്പൊ അതും ഗ്രേസ് തന്നെയാണ്, അതും കൃപ തന്നെയാണ്. അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടായതല്ല, എന്താണ് തന്റെ യോഗ്യത കൊണ്ടുണ്ടായതല്ല. മറിച്ച് വരാനിരിക്കുന്ന വലിയ സംഭവത്തെ അനാദിയിലെ കണ്ട ദൈവം മാതാവിന് നൽകിയ ഒരു വലിയ കൃപയാണ്, അനുഗ്രഹമാണ്, എക്സെപ്ഷണൽ ഗ്രേസ് ആണ് എന്ത്? ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ അല്ലെങ്കിൽ അമലോത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ അമ്മയാകാൻ, മനുഷ്യനായി അവതരിച്ച ഈശോമിശിഹായുടെ അമ്മയാകാൻ ദൈവം അനാദിയിലെ തിരഞ്ഞെടുത്ത ഈശോയുടെ പരിശുദ്ധ കന്യകാ മാതാവിന്റെ ജനനസമയത്ത് തന്നെ മറിയത്തെ അമലോത്ഭവയായ ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഇതിന്റെ വളർച്ചയാണ് അല്ലെങ്കിൽ തുടർച്ചയാണ് 1950 പയസ് 12 മാർപ്പാപ്പ മുനിഫിച്ചേന്റീസിമുസ് ദേയൂസ് എന്ന് പറയുന്ന രേഖയിലൂടെ, അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ നിർവചിച്ച വിശ്വാസത്തിൽ എന്താണ്? മാതാവ് ശരീരവും ആത്മാവും ആയി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള വിശ്വാസത്തിൽ. ഈ വിശ്വാസത്തെ കുറിച്ച് വളരെ ഗഹനമായ പഠനം നടത്തിയ ഡോക്ടർ തീസിസും കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പഠനങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനം നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇത് മാർപ്പാപ്പ 1950 വരെ അതൊരു വിശ്വാസത്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല എങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുൻപേ പാശ്ചാത്യ സഭയിലും പൗരസ്ത്യ സഭയിലും ഒരുപോലെ മാതാവിന്റെ സ്വർഗാരോഹണം, മാതാവ് ഉടലോടും ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏക മനുഷ്യ വ്യക്തിയാണ് എന്ന് സഭ വിശ്വസിച്ചിരുന്നു. സഭയിൽ ഒരു പാരമ്പര്യമുണ്ടായിരുന്നു, അത് ആഘോഷിച്ചിരുന്നു. അത് മാർപ്പാപ്പ ഡിഫൈൻ ചെയ്തെന്ന് മാത്രം 1950. അല്ലാതെ ഒരു പുതിയ വിശ്വാസത്തെ കണ്ടുപിടിച്ച് അങ്ങ് പ്രഖ്യാപിച്ചതല്ല. എല്ലാ പൗരസ്ത്യ സഭകളും, കത്തോലിക്കവും ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടതായ സഭകളെല്ലാം ഈ തിരുനാൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ, മാർപ്പാപ്പയ്ക്ക് ഇത് പ്രഖ്യാപിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇത് ആഘോഷിച്ചിരുന്നു. പൗരസ്ത്യ സഭകളിൽ 15 ദിവസം നോമ്പോടുകൂടി ഇത് ആഘോഷിച്ചിരുന്നു. അതുകൊണ്ട് ഈ അസംഷൻ എന്ന് പറയുന്നത്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്നത് അത്ര വലിയ ഒരു പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല. ദൈവത്തിന് നാളെ നടക്കേണ്ട കാര്യം ഇന്ന് ചെയ്യാനും ഇന്ന് നടക്കേണ്ട കാര്യം നാളെ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യന് ആ സ്വാതന്ത്ര്യമില്ല, മനുഷ്യന് എഫിക്കസി ഇല്ല. സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും, ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ മനുഷ്യനെ ചെയ്യാനുള്ള കഴിവ് അവനിൽ തന്നെ ഇല്ല. ദൈവത്തിന് ചെയ്യാനുള്ള, ആഗ്രഹിക്കുന്നത് ചെയ്യാനുള്ള, തന്റെ ഹിതം നടപ്പിലാക്കാനുള്ള, എക്സെപ്ഷൻസ് ചില കാര്യങ്ങൾ വരുത്താനുള്ള, പ്രത്യേകമായിട്ടുള്ള വരങ്ങളും കൃപകളും അവർക്ക് കൊടുക്കാനുള്ള ശക്തിയും ബലവും ഒക്കെ ദൈവത്തിനുണ്ട്. അതാണ് നമ്മളും ദൈവം തമ്മിൽ വ്യത്യാസം. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ചിന്തിക്കാം ചില കാര്യങ്ങൾക്ക് നടക്കണം, പക്ഷെ നടക്കണമെന്നില്ല. പക്ഷെ ദൈവത്തിന് ചിന്തിക്കാൻ മാത്രമല്ല നടപ്പിലാക്കാനും ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് നാളെ നടക്കേണ്ട ശരീരത്തിന്റെ ഉയർപ്പ് അല്ലെങ്കിൽ ശരീരത്തോടു കൂടിയുള്ള അസംഷൻ ഇന്ന് നടന്നു എന്ന് പറയുന്നതില് ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല എന്ന് മനസ്സിലാക്കും. ഓക്കെ അച്ഛാ, വളരെ വ്യക്തമാണ്. അച്ഛാ, പ്രേക്ഷകര് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി തന്നെ അച്ഛന് ഉത്തരം പറയാൻ സാധിച്ചിട്ടുണ്ട്. അവർക്കത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അച്ഛാ, ഒരുപാട് സന്തോഷം നൈറ്റ്സ് ടെംപ്ലറിൽ ഇത്ര നേരം അച്ഛന്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന്. താങ്ക് യു സോ മച്ച് അച്ഛാ. മരിയ ഭക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നൈറ്റ്സ് ടെംപ്ലർ ഇന്ന് ചർച്ച ചെയ്തത്. വിശുദ്ധരോടുള്ള വണക്കം, അതുപോലെ മാതാവിനോടുള്ള മാധ്യസ്ഥം സംബന്ധിച്ച ഒരുപാട് ചോദ്യങ്ങളും തെറ്റിദ്ധാരണാപരമായ പല ആശയങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിനെല്ലാം ഒരു ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡ് പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത്. മെയ് മാസത്തിലെ വണക്കമാസ ആചരണവും അതുപോലെ വിശുദ്ധരോടുള്ള മാധ്യസ്ഥം തേടലുമെല്ലാം സഭയിൽ നിലനിൽക്കുന്ന ആരാധനാക്രമങ്ങൾക്ക് കോൺട്രഡിക്റ്റ് ചെയ്യാതിരുന്നാൽ മാത്രം മതി എന്നാണ് ഇന്നത്തെ ചർച്ചയിൽ നിന്നും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രേക്ഷകർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള കൃത്യവും വ്യക്തവുമായ ഉത്തരം ഈ എപ്പിസോഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.